ഗസയിൽ 6 ആഴ്ചത്തെ വെടിനിർത്തലിനായി അമേരിക്ക, ഖത്തർ, ഈജിപ്ത് എന്നിവരുടെ നേതൃത്വത്തിൽ ഒത്തുതീർപ്പ് പാക്കേജ് തയ്യാറായി കഴിഞ്ഞു. വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ലഭിച്ചതായി ഹമാസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിർദ്ദേശങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഹമാസ് നേതൃത്വം അറിയിക്കുന്നു. വിവരങ്ങളുമായി അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. പറയൂ മധു, വിശേഷങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ. അമേരിക്ക, ഈജിപ്ത്, ഖത്തർ, ഇസ്രയേൽ എന്നീ 4 രാജ്യങ്ങളുടെ പ്രതിനിധികൾ കഴിഞ്ഞ വീക്കെൻഡിൽ പാരീസിൽ ഇരുന്നാണ് ഗസയിൽ 6 ആഴ്ചത്തെ വെടിനിർത്തലിനായി ഒരു പുതിയ ഒത്തുതീർപ്പ് ഫോർമുല തയ്യാറാക്കിയത്. ഈ ഹമാസ് തടങ്കലിൽ ഇനിയും ബാക്കിയുള്ള ബന്ദികളെ മോചിപ്പിക്കുക, ഇതിന് പകരം ഇസ്രയേൽ ജയിലിൽ നിന്ന് കൂടുതൽ പാലസ്തീൻകാരെ മോചിപ്പിക്കുക എന്നതാണ് ഈ രാജ്യങ്ങളുടെ പ്രധാന ലക്ഷ്യം. ഹമാസിന്റെ രാഷ്ട്രീയകാര്യ തലവൻ ഇസ്മയിൽ ഹനിയ ഈ പ്രപ്പോസൽ ലഭിച്ച കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനോട് ഒരു തുറന്ന മനസ്സോടുകൂടിയായിരിക്കും നോക്കുക എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇസ്രയേൽ സൈന്യം പൂർണ്ണമായും ഗസയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന ഹമാസിന്റെ നിലപാടിനോട് ഒരു തരത്തിലും ബെഞ്ചമിൻ നെതന്യാഹു സമ്മതിക്കാത്തതാണ് ഇപ്പോൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധി. അതേസമയം ഈ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ നിർദ്ദേശങ്ങളൊക്കെ അംഗീകരിക്കാം എന്നതാണ് ഹമാസിന്റെ നിലപാട്. ഗസയിൽ സ്ഥിരമായി വെടിനിർത്തൽ, അതുകൂടാതെ ഈ തകർന്ന ഗസ പുനർനിർമ്മിക്കണം, 1 വർഷമായിട്ടുള്ള ഇസ്രയേലിന്റെ ഉപരോധങ്ങളൊക്കെ നീക്കണം, ഇസ്രയേൽ ജയിലിൽ നിന്ന് പാലസ്തീൻകാരെയൊക്കെ മോചിപ്പിക്കണം. എന്നാൽ ഇതിനോട് അതിശക്തമായിട്ടാണ് പിന്നീട് ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചിരിക്കുന്നത്. ഇസ്രയേൽ സൈന്യത്തെ പിൻവലിക്കുന്ന പ്രശ്നമില്ല, ജയിലിൽ കിടക്കുന്ന പാലസ്തീൻകാരെ വിട്ടുകൊടുക്കത്തുമില്ല, ഗസയിൽ സമ്പൂർണ്ണ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇസ്രയേലിന് സ്വീകാര്യമല്ലെന്നതാണ് തന്റെ നിലപാടെന്നാണ് നെതന്യാഹു വെസ്റ്റ് ബാങ്കിൽ പറഞ്ഞത്. ഇരുവരുടെയും ഈ പിടിവാശിയും അഭിപ്രായങ്ങളും ഒക്കെ ബലപേശൽ നടത്താനുള്ള ഒരു ശ്രമമാണോ, അതോ അവരുടെ ഈ സ്വന്തം തട്ടകങ്ങളിലൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങളാണോ എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല എസ് കെ. അതേസമയം ഈ ചെങ്കടലിൽ ഹൂത്തികളും അമേരിക്കയും തമ്മിലുള്ള പോരാട്ടം തുടരുകയാണ്. US നാവികസേന ഹൂത്തികൾ തൊടുത്തുവിട്ട ഒരു ആന്റി ഷിപ്പ് ക്രൂസ് മിസൈൽ ഇന്നലെ രാത്രി വെടിവെച്ചിട്ടതായി സൈനിക കേന്ദ്രങ്ങൾ അമേരിക്കയുടെ അറിയിച്ചിട്ടുണ്ട് എസ് കെ. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര.